ഡേ വൺ ഇഷ്യൂ എന്ന എൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 16th ഡിസംബർ ഹിന്ദു പേപ്പർ എന്ന് പറഞ്ഞ ഒരു 8-10 ന്യൂസാണ് നമുക്ക് ഒരു ദിവസം പേപ്പറിൽ എല്ലാ പേപ്പറുകളും കൂടി നമുക്ക് സിവിൽ സർവീസ് ലെവലിൽ ആവശ്യമുള്ളൂ. അതിലൊരു ന്യൂസാണ് വൺ ഡേ വൺ ഇഷ്യൂ നമ്മൾ ഡിസ്കസ്. പിന്നെ പ്രൈസ് ഓഫ് ഫുഡ് മസ്റ്റ് ഫിഗർ ഇൻ ദ പോളിസി. അതായത് ഫുഡിന്റെ പ്രൈസ് പോവർട്ടി ആയിട്ട് വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ നമുക്ക് പ്രൈസ് ഓഫ് ഫുഡ് മസ്റ്റ് ഫിഗർ ഏത് പോളിസി ബേസ് ആണ്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതാണ് നമുക്ക് ഇന്നത്തെ ഇഷ്യൂ. ഇത് എക്കണോമിക്സിൽ വരുന്നതാണ്. മെയിൻസ് പേപ്പർ 3 ആണ്. അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ഇഷ്യൂ. അതുപോലെ തന്നെ ഇത് പ്രിലിംസ് ലെവലില് സാധാരണ മൾട്ടിപ്പിൾ ചോയ്സ് ലെവലുകൾ നമുക്ക് ഈ ഒരു റീജിയനിൽ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ മെയിൻസ് പേപ്പർ 3 ഹൈ ഫുഡ് പ്രൈസ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്, ഈ ലെവലിലായിരിക്കും മെയിൻസ് പേപ്പറിൽ ഇതിന് ക്വസ്റ്റൻസ് വരാൻ സാധിക്കും. ഇതിന്റെ കണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ എസെൻഷ്യൽ ചലഞ്ചസ് ഓഫ് പബ്ലിക് പോളിസി ഫോർ അഗ്രികൾച്ചർ, ഹൈ പ്രൈസ് ഓഫ് ഫുഡ് റിമെയിൻസ് അൺസോൾവ്. ഇത് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ടും ഈ ഹൈ പ്രൈസ് ഓഫ് ഫുഡ് റിമെയിൻസ് അൺസോൾവ്. അതിനായിട്ട് നമ്മൾ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇംപ്ലിക്കേഷൻ ഓഫ് ഫുഡ് പ്രൈസ്, ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന് 4 റീസൺസ് ആണ് നമ്മൾ ഡിസ്കസ്. രണ്ടാമത്തത് റൈസിംഗ് ഫുഡ് പ്രൈസ് ഇൻ ഇന്ത്യ, അതിന് 6 റീസൺസ്. ചേഞ്ചസ് നീഡഡ് ഇൻ അഗ്രികൾച്ചർ പോളിസി, അതിന് 4 റീസൺസ്. ഹൗ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ക്രിയേറ്റഡ് പ്രോബ്ലം, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ അതിന്റെ 9 റീസൺസ്. അടുത്തത് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഹൈ ഫുഡ് പ്രൈസ്, അതിന്റെ 4 റീസൺസ് ഇതിലുണ്ട്. അപ്പോ അതോടൊപ്പം തന്നെ ഈ ഇൻക്രീസസ് പോവർട്ടി എന്നുള്ളൊരു പ്രൈസ് കൂടുന്തോറും എന്ത് സംഭവിക്കും, പോവർട്ടി കൂടി വരും. കാരണം സാധാരണക്കാരനെ ഒരു സാധാരണ ജനങ്ങളിലേക്കുള്ള ഫുഡിന്റെ ആക്സസിബിലിറ്റി അല്ലാണ്ട് കുറഞ്ഞു വരാറുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതില് റൈസ് ആൻഡ് വീറ്റ് സപ്ലൈ ആണ് ഒരു PDS കോൺസ്റ്റിറ്റ്യൂട്ട്. PDS എന്നുള്ളൊരു ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് PDS. റെഫറൻസ് പോയിന്റ് ആണ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് PDS വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് PDS അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എൻഷുറിംഗ് ഫുഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി ആണ് ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ സ്റ്റെബിലൈസിങ് ഫുഡ് പ്രൈസ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയണം. കാരണം മാർക്കറ്റിൽ പ്രൈസ് കൂടുന്ന സാഹചര്യം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ PDS വഴി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസുകൾ വഴി ഫുഡ് എത്തിച്ച് പ്രൈസ് നോർമലൈസ് ചെയ്യാൻ കഴിയണം. മെയിൻറ്റെയിൻ ദ ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അങ്ങനെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രെയിൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇമ്പോർട്ടൻസ് ഓഫ് PDS എന്നുള്ള PDS കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് 3-4 കാര്യങ്ങളെ കുറിച്ച് ഉണ്ട്. പിന്നെ റെഡ്യൂസസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ ദർ ഐറ്റം. ഞാൻ ഒന്നും കൂടെ ഞാൻ റീഡിഫൈൻഡ് ആയിട്ട് വരുവാണ്, അതൊന്ന് ശ്രദ്ധിച്ചേക്ക് എല്ലാവരും. ABCD 4 കാറ്റഗറിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന് ഇംപ്ലിക്കേഷൻ, റൈസിംഗ് ഫുഡ് പ്രൈസ്, ചേഞ്ചസ് നീഡ് ഇൻ അഗ്രികൾച്ചർ പോളിസി,
ഹൗ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ക്രിയേറ്റഡ് പ്രോബ്ലംസ്. ഇങ്ങനെ 4 കാറ്റഗറിയാണ്. ഓരോന്നിൽ ഓരോ റീസൺസ് നമ്മൾ. അപ്പൊ ഇംപ്ലിക്കേഷൻ ഓഫ് ഹൈ ഫുഡ് പ്രൈസ്, അതിന്റെ 4 റീസണിൽ ഒന്നാമത്തെ റീസൺ ആണ് ഇൻക്രീസസ് പോവർട്ടി. ആ പോവർട്ടിയൊക്കെ കൺട്രോൾ ചെയ്യാനാണ് PDS കണക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ രണ്ടാമത്തെ, ഇത് ഇൻക്രീസിങ് പോവർട്ടി ആണ് ഇംപ്ലിക്കേഷൻ ഓഫ് ഹൈ ഫുഡ് പ്രൈസിലുള്ള ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ അതർ ഐറ്റം. അതായത് ഹൈ പ്രൈസ് ഓഫ് ഫുഡ് ക്രൗഡ്സ് ഔട്ട് എക്സ്പെൻഡിച്ചർ ഓൺ ഐറ്റം ranging from health and education to non-agriculture goods. Prevent the market for non-agriculture goods. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ എന്നുള്ളതിൽ നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, പ്രിവെന്റ് ദ മാർക്കറ്റ് ഫോർ നോൺ അഗ്രികൾച്ചർ ഗുഡ്സ്. നാലാമത്തത് എന്താന്ന് വെച്ചാല് ഡിസ്കവേഴ്സ് ഇൻ എക്കണോമീസ് മെയ്ഡ് ബൈ ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ഡേവിഡ് റിച്ചാർഡ് about 2 centuries ago. ഇത് ഈ ഡാവിൻ റിച്ചാർഡ് എന്നുള്ള ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് നാളുകൾക്ക് മുമ്പേ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അതിന്റെ സെക്കൻഡ് കാറ്റഗറി, ബി കാറ്റഗറിയാണ് റൈസിംഗ് ഫുഡ് പ്രൈസ് ഇൻ ഇന്ത്യ. അതിന് 6 റീസൺസ് ഉണ്ട്. ആ 6 റീസൺസ് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വായിച്ചു. മൂന്നാമത്തെ സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് നീഡ്സ് ഇൻ അഗ്രികൾച്ചർ പോളിസി. ഈ ഇടക്കാലങ്ങളിൽ വല്ലാണ്ട് വിവാദമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അഗ്രികൾച്ചർ പോളിസിയിൽ. ഈ വർഷത്തെ എക്സാമിന് എന്താണെങ്കിലും വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിലെ ഫുഡ് സെക്യൂരിറ്റി ഫോർ ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്, ഒന്ന് ഫുഡ് സെക്യൂരിറ്റി ലോ ഇൻകംകാർക്ക്. രണ്ടാമത്തെ ഇംപ്രൂവിംഗ് ദ ഈൽഡ് കൂട്ടാനുള്ള കാര്യങ്ങൾ. മൂന്നാമത്തത് മാനേജ്മെന്റ് ഓഫ് സോയിൽ ന്യൂട്രീഷൻ ആൻഡ് മോയ്സ്ചർ. നാലാമത്തെ റൈസിംഗ് ഈൽഡ് വിൽ ഇൻഷുർ പ്രോഫിറ്റബിളി വിത്തൗട്ട് റൈസിംഗ് പ്രൊഡ്യൂസർ പ്രൈസ്. അതായത് ഉത്പാദകരുടെ ഭാഗത്ത് നിന്ന് ഉത്പാദന ചിലവ് കൂട്ടാണ്ട് പ്രോഫിറ്റ് ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് ചേഞ്ചസ് നീഡ്സ് ഇൻ അഗ്രികൾച്ചർ പോളിസിയിലുള്ളത്. അതിന്റെ 4ാമത്തെ പാർട്ടാണ് ഹൗ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ക്രിയേറ്റഡ് പ്രോബ്ലം. ഇതും ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അതിന് ഡിസൈൻ ആൻഡ് സ്കെയിൽ ഓഫ് ദിസ് ഇന്റർവെൻഷൻ. പിന്നെ MSP, പ്രോഫിറ്റബിലിറ്റി ത്രൂ MSP. അതേപോലെ തന്നെ ഫാർമേഴ്സ് റൈറ്റ് ടു ഹാവ് ദ സ്റ്റേറ്റ് പർച്ചേസ്. അത് ഓരോ സ്റ്റേറ്റിലും ഫാർമേഴ്സിന്റെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വേണം. പിന്നെ ക്രിയേറ്റഡ് ഗ്രെയിൻ സ്റ്റോക്ക് പൈൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അങ്ങനെ 9 റീസൺസ് ആയി പറഞ്ഞു. 9 റീസൺസ്. ഇപ്പൊ 6ാമത്തെ വരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ പെയ്ഡ് ബൈ പബ്ലിക് ത്രൂ ടാക്സ് ഓർ പബ്ലിക് ബോറോയിങ്, സപ്ലൈ മോർ ദാൻ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ചെയ്യുക, ഡാമേജ് ടു നാച്ചുറൽ എൻവയോൺമെന്റ്, ഈ നാച്ചുറൽ എൻവയോൺമെന്റിനെ ഡാമേജ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി 9 റീസൺസ് ആണ് ഇതിന്. മെയിനായിട്ട് ABCD 4 കാറ്റഗറി. ആ ഓരോ കാറ്റഗറിയിലും കുറെ റീസൺസ് പറഞ്ഞിട്ടുണ്ട്. ആ റീസൺസ് എല്ലാവരും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. പിന്നെ അതേപോലെ തന്നെ റെഫറൻസ് പോയിന്റ് വന്നിട്ടുണ്ട്. ആ റെഫറൻസ് പോയിന്റ് ആണ് ഞാനിവിടെ റെഡിഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. PDS എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും നോക്കിയാൽ അത്രയും നല്ലത്. ഇനി നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് വരാം. ഇന്ത്യ നീഡ്സ് ആൻ അഗ്രികൾച്ചർ പോളിസി ദാറ്റ് ഇൻഷൂർ ദാറ്റ് farming is profitable, but it cannot be the cost of high price of food. Problem should longer be seen only in terms of the availability of food from domestic sources. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇഷ്യൂല് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഈ കൊടുത്തിരിക്കുന്ന നോട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. അത്യാവശ്യം ഗൂഗിൾ റെഫറൻസ് നിങ്ങൾ കൊണ്ടുപോകേണ്ടവർ, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുക്കേണ്ടവർ, മുൻ വർഷങ്ങളിൽ എത്രയാണ്, 10 വർഷം മുമ്പ് എത്രയാണ്, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അതിന്റെ ഒരു കോറിലേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഈ വർഷം എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ കൺപോസ്റ്റ് ഇട്ടാൽ മറുപടി തരുന്നത്.
ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ എഡ്യൂക്കേഷണൽ ആപ്പ് ഉണ്ട്, വിദ്യാരാജ്. ആ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതിൽ സിവിൽ സർവീസ് റെഗുലർ ബാച്ചിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ ദിവസത്തെയും നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ, 8-10 ന്യൂസുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ 10 ന്യൂസുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു.